വസിഹത്തു സിഹത്ത് എന്നാൽ മിൻ ഹൈസു ഹിയ അതാണ് എന്നത് ഭാഗത്തിലൂടെ, അശാമിലത്ത് ഉൾക്കൊള്ളുന്നതാണ് എന്ന ഭാഗത്തിലൂടെ, ലി സിഹത്തിൽ ഇബാദത്ത് ഇബാദത്തിൻ്റെ സിഹത്തിനെ ഉൾക്കൊള്ളുന്നതാണ് എന്ന ഭാഗത്തിലൂടെ, സിഹത്തിൽ അക്കതി അക്കതിൻ്റെ സിഹത്തിനെയും ഇടപാടുകളുടെ സിഹത്തിനെയും ഇബാദത്തുകളുടെ സിഹത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് എന്ന ഭാഗത്തിലൂടെ സിഹത്ത് എന്നാൽ മുവാഫഖത്തുൽ ഫീലി ഒരു ഫിയലി യോജിക്കലാകുന്നു. എങ്ങനെയുള്ള ഫീലാണ് ദിൽ വജ്ഹൈനി രണ്ട് രൂപമുടയ രണ്ട് വജ്ഹുള്ള രണ്ട് രൂപമുടയ ഫീലുകൾ യോജിക്കലാണ്. ഉഖൂഅൻ സംഭവിക്കലിനാൽ യോജിക്കലാണ് ഷറൈനോട്. അപ്പോൾ ഒരു ഇബാദത്ത് അല്ലെങ്കിൽ ഒരു അക്കദ് ഇടപാട്, അതായത് നിക്കാഹ് പോലെ ബൈ പോലെയുള്ള ഇടപാട്, അല്ലെങ്കിൽ നിസ്കാരം പോലെ നോമ്പ് പോലെ ഹജ്ജ് പോലെയൊക്കെയുള്ള ഒരു ഇബാദത്ത്. ഈ ഇബാദത്ത് അതിന് രണ്ട് രൂപങ്ങളുണ്ട്. അതായത് അത് ശരിയുമാകാം, ഷറൈനോട് യോജിച്ച രൂപത്തിലാകാം, അല്ലെങ്കിൽ ഷറൈനോട് യോജിക്കാത്ത രൂപത്തിലും വരാം. ഇങ്ങനെ രണ്ട് രൂപങ്ങൾ ഉടയ ഇത്തരത്തിലുള്ള ഇടപാടുകളോ അല്ലെങ്കിൽ ഇബാദത്തുകളോ ആയിട്ടുള്ള ഒരു പ്രവൃത്തി ഷറഇനോട് സംഭവ്യതയാൽ യോജിക്കലാണ്. അതാണ് സിഹത്ത് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇനി അത് ഷറഇനോട് യോജിക്കാതെ സംഭവ്യതയാൽ ഷറഇനോട് യോജിക്കാതെ വന്നാൽ, അതായത് സംഭവിച്ചപ്പോൾ ഷറഇനോട് യോജിക്കാതെയാണ് ഈ പറഞ്ഞത് വന്നിച്ചെങ്കിലോ അപ്പോൾ അതെന്താണ് സഹീന് വിപരീതമായിരിക്കും. അപ്പോൾ ഇങ്ങനെ യോജിച്ച് വരലാണ് രണ്ട് വജുഹുകളുള്ള, അതായത് സ്വഹിയാകാനും ഷറഇനോട് യോജിക്കാനും യോജിക്കാതെ വരാനും പറ്റാവുന്ന ഫീല് എന്ന് പറയുമ്പോൾ അതിൽ ഇബാദത്തും ഉണ്ടാവും, അതുപോലെ തന്നെ നിക്കാഹ് പോലെയുള്ള, അതുപോലെ തന്നെ ബൈ പോലെയുള്ള അക്കദുകളുണ്ടാവും, ഇടപാടുകൾ. ഇത് ഷറൈനോട് സംഭവ്യതയാൽ യോജിച്ചു വന്നു എന്ന് പറഞ്ഞാൽ സംഭവിച്ചപ്പോൾ അത് ഷറൈനോട് യോജിച്ചു. അങ്ങനെ യോജിക്കൽ എനിക്ക് എന്ത് പറയും? സിഹത്ത്, അത് സഹിയായി എന്ന് പറഞ്ഞു. അതിൻ്റെ സഹിഹാകൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ രണ്ട് വജുഹുകളുള്ള ഈ പ്രവൃത്തി, അത് ഇടപാടാവട്ടെ ഇബാദത്താവട്ടെ, അത് സംഭവ്യതയാൽ ഷറൈനോട് യോജിച്ച് വരലാണ്. അത് സംഭവിച്ചപ്പോൾ ഷറൈനോട് യോജിച്ച് വരലാണ്. വൽ വജ്ഹാൻ, ഇനി രണ്ട് വജ്ഹ് എന്ന് പറഞ്ഞാൽ ഏതാണ്? മുവാഫിഖത്തു ഷറൈ, ഷറൈനോട് യോജിക്കലാവുന്നു, മുഖാലഫത്തുഹു, ഷറൈനോട് വിയോജിക്കലുമാണ്. അപ്പം രണ്ട് വജ്ഹൂടെ ചിലത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷറൈനോട് യോജിച്ചിട്ടല്ലാതെ വരില്ല, അങ്ങനത്തെ ഉണ്ടാവും. അപ്പം അതിന് വിയോജിച്ച് വരാൻ തന്നെ അതിന് പറ്റില്ല, അങ്ങനത്തെ ഉണ്ടാവും. അതിനെക്കുറിച്ച് എന്ത് പറയില്ല? യോജിച്ചു വന്ന സഹി എന്ന് പറയില്ല. കാരണം ഇത് രണ്ട് വജ്ഹുണ്ട്, യോജിച്ചും വരാം വിയോജിച്ചും വരാം എന്നിത്യാദി കാര്യങ്ങൾ ഷറൈനോട് യോജിച്ച് വരുമ്പോഴാണ് അതിനെന്ത് പറയുന്നത്? ആ യോജിക്കലിന് സിഹത്ത് എന്ന് പറയാം. അപ്പോൾ യോജിച്ച് വന്നതിന് സഹിയായത് ഇബാദത്ത് സഹിയായി എന്ന് പറയും, അല്ലെങ്കിൽ ആ അഖദ് സഹിയായി എന്ന് പറയും. അപ്പോൾ രണ്ട് വജ്ഹ് എന്ന് പറഞ്ഞാൽ വൽ വജ്ഹാനി, രണ്ട് വജ്ഹ് എന്ന് പറഞ്ഞാൽ മുവാഫിഖത്തു ഷറൈ, ഷറൈനോട് യോജിക്കലാവുന്നു, അപ്രകാരം തന്നെ മുഖാലഫത്തു, അതിനോട് വിയോജിക്കലുമാവുന്നു, അതിനെതിരാവലുമാവുന്നു. അഥവാ ഈ പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞത്? അയ്യൽ ഫീലു, പ്രവൃത്തി, അല്ലതി എങ്ങനത്തെ പ്രവൃത്തിയാണ്? യക്കവ, പ്രവൃത്തി സംഭവിക്കുന്നതാണ്, താറത്തൻ ചിലപ്പോൾ മുവാഫിക്കല്ലി ഷറൈ, ഷറൈനോട് യോജിച്ച് സംഭവിക്കുന്നതാണ്. അതെപ്പോഴാണ്? ലിസ്തിജ്മാഇഹി, ആ പ്രവൃത്തി ഒരുമിച്ച് കൂട്ടിയതിന് വേണ്ടി, സമ്മേളിപ്പിച്ചതിന് വേണ്ടി, ഒന്നിനെ, എങ്ങനത്തെ ഒന്നാണ്? യുഅ്തബറു, അതിനെ പരിഗണിക്കപ്പെടും, ഫീഹിയ പ്രവൃത്തിയിൽ, ഷറഅൻ ഷറൈനാൻ, ഷറഇൽ ആ പ്രവൃത്തിയിൽ പരിഗണിക്കപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആ പ്രവൃത്തി സംഭവിക്കുമ്പോൾ എന്താണത്? അത് യോജിച്ചു വരലായി, ഷറൈനോട് യോജിച്ചു വരലായി. അപ്പോൾ ഷറയിൽ പരിഗണിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷർത്തും വെള്ളമൊക്കെ ഒത്തുവരിക എന്നുള്ള ആ ഒരു രൂപം. അത് പരിഗണിക്കപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ ഷറയിൽ, അതിനെ ആ പ്രവൃത്തിയിൽ പരിഗണിക്കപ്പെടുന്നതിനെ എല്ലാം ഒരുമിച്ച് കൂട്ടൽ കൊണ്ട് ഷറയിനോട് യോജിച്ച് വരാം. അതിനാണ് എന്ത് പറയുന്നത്? അങ്ങനത്തെ പ്രവൃത്തി, അതാണ് ഒരു ഒരു വജ്ഹ്. പ്രവൃത്തിയുടെ രണ്ട് രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ പറഞ്ഞ രൂപത്തിൽ ഷറയിൽ പരിഗണിക്കപ്പെടുന്ന എന്തെല്ലാം കാര്യമുണ്ടോ അതിനെല്ലാം ഒരുമിച്ച് കൂട്ടൽ കൊണ്ട് ഷറയിനോട് പ്രവൃത്തി യോജിച്ചു വരിക. ഇതാണ് ഈ ഒന്ന്. അങ്ങനെ വരും ചിലപ്പോൾ പ്രവൃത്തി. പിന്നെയോ വതാറത്തൻ, ചിലപ്പോൾ ആ പ്രവൃത്തി വരും. എങ്ങനെ വരും? ഖാലിഫല്ലഹു, ഷറയിനോട് എതിരായ നിലക്ക് വരും. അതെങ്ങനെയാണ് എതിരാവല്? ലിന്തിഫായി ദാലിക്ക, ഈ പരിഗണിക്കപ്പെടുന്നതില്ലാത്തതിന് വേണ്ടി. ആ ഇബാദത്തിൽ അല്ലെങ്കിൽ ആ അക്കദിൽ, ആ പ്രവൃത്തിയിൽ
എന്തെല്ലാം കാര്യങ്ങൾ ശറയിൽ പരിഗണിക്കപ്പെടുന്നുണ്ടോ, അതിൻ്റെ ഷർത്താവട്ടെ ഫർദാവട്ടെ, ഇത് ഇല്ലാതിരിക്കുമ്പോൾ എന്തായി? ആ പ്രവൃത്തി ശറയിനോട് എതിരായ നിലക്കായി. അങ്ങനെയും പ്രവൃത്തി വരുന്നതാണ്. അത് ലിന്തിഫായിതായിരിക്കും. ഇബാദത്തൻ കാനാത് ഇബാദത്താവട്ടെ, നിസ്കാരം പോലെ, ഔ അക്കദൻ അല്ലെങ്കിൽ ബൈ കച്ചവടം പോലെ ഉള്ള ഇടപാടാവട്ടെ. ഇബാദത്തായാലും ശരി ഈ പ്രവൃത്തി, ഇടപാടായാലും ശരി ഈ പ്രവൃത്തി. അപ്പോൾ പ്രവൃത്തി രണ്ട് രൂപത്തിൽ വരും. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ രണ്ടും ഉൾക്കൊള്ളും. ഏത്? ഇബാദത്ത് ഉൾക്കൊള്ളും നിസ്കാരം പോലെ, പിന്നെ ഇടപാട് ഉൾക്കൊള്ളും നിക്കാഹ് പോലെ, കച്ചവടം പോലെ, ബൈ പോലെ. ഇത് രണ്ടായാലും ശരി ഈ പ്രവൃത്തി അതിൽ എന്തെല്ലാം ശറയിൽ പരിഗണിക്കപ്പെടുന്നുണ്ടോ അതിനെ സമ്മേളിപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ശറയിനോട് യോജിക്കലായി. അങ്ങനെ പ്രവൃത്തി വരും. ഈ പറഞ്ഞതെല്ലാം വരും. നിസ്കാരം വരും. അങ്ങനെ അതിൽ പരിഗണിക്കപ്പെടുന്ന ഷർത്തും ഫർളിനെയും എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് നിസ്കാരം വരും. അപ്രകാരം തന്നെ ഇത് ഇബാദത്തിൻ്റെ ഉദാഹരണം നിസ്കാരം. അപ്രകാരം തന്നെ നിക്കാഹ്, അതിൽ പരിഗണിക്കപ്പെടുന്ന ഷർത്തും ഫർളുകളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് വരും. അപ്പോൾ അതെന്തായി? ശറയിനോട് യോജിച്ചതായി. ഇനി അങ്ങനെ അതിൽ പരിഗണിക്കപ്പെടുന്നത് ഇല്ലാതെ വരും. ഷർത്തോ ഫർളോ ഏതെങ്കിലും ഒന്ന് വിട്ടുപോകല്ലേ, എല്ലാം വിട്ടുപോകുക. ഇങ്ങനെ വരുമ്പോൾ ഇതില്ലാത്തതിന് വേണ്ടി ആ പ്രവൃത്തി എന്തായി? ശറയിനോട് മുഖാലിഫായി എന്ന് വരും. ഈ രണ്ട് നിലക്കും പ്രവൃത്തികൾ വരുന്നതാണ്. അതാണ് ഈ പ്രവൃത്തികൾ രണ്ട് രൂപമുണ്ടായ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. കൽബൈ. പിന്നെ അസിഹത്തു. അപ്പോൾ സിഹത്ത് എന്ന് പറഞ്ഞാൽ മുവാഫിഖത്തുഹു ഷറ, ഷറയിനോട് ഈ പ്രവൃത്തി യോജിച്ചു വരലാണ്. ബി ഖിലാഫിമ, ഒന്നിന് വിപരീതമായിട്ട്. എങ്ങനത്തെ ഒന്നാണ്? ലായക്കോ, അത് സംഭവിക്കുകയില്ല. ഇല്ല മുവാഫിഖൻ ലി ഷറൈ, ഷറയിനോട് മുവാഫിക്കായിട്ടല്ലാതെ അത് സംഭവിക്കുകയില്ല. അങ്ങനത്തെ വിപരീതം. അപ്പം രണ്ട് രൂപയിലില്ല. ഷറയിനോട് യോജിച്ച നിലക്ക് മാത്രമേ സംഭവിക്കുള്ളൂ എങ്കിൽ അതിന് സഹി എന്ന് പറയില്ല. അത് കാരണം എന്താണ്? രണ്ട് രൂപല്ല. അത് ഷറയിനോട് യോജിച്ച നിലക്ക് മാത്രമേ സംഭവിക്കുള്ളൂ. അങ്ങനെയുള്ള കാര്യമാണ്. ഇത് എന്താണ്? രണ്ട് രൂപത്തിന് സാധ്യത ഉണ്ടാവണം. ഷർത്തും ഫർളും പരിഗണിക്കപ്പെടുന്ന കാര്യങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ അത് ഷറയിന് വിരുദ്ധമാകാനും, അതെല്ലാം ഒരുമിച്ച് കൂട്ടി വരുമ്പോൾ അത് ഷറയിനോട് യോജിച്ച് വരാനും, രണ്ടിനും സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്ന് അത്തരം ഇബാദത്തുകൾ, ഇടപാടുകൾ എന്നിവയിൽ നിന്ന് ഷറയിനോട് യോജിച്ച് വരുമ്പോൾ അത് സഹിയാവും. അതിനോട് വിയോജിച്ച് വരുമ്പോൾ അത് സഹീൻ്റെ ഓപ്പോസിറ്റും ആവും. അതല്ലാതെ ഷറയിനോട് യോജിച്ചുകൊണ്ട് മാത്രമേ വരൂ. അപ്പം അതിന് രണ്ട് രൂപമല്ല. ഫാസിദായിട്ട് അതിന് വരാനേ പറ്റില്ല. ഷർത്തും ഫർളും പിന്നെ സമ്മേളിക്കാതെ അത് വരികയില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ എന്തുണ്ടാവില്ല? സഹി എന്ന് പറയില്ല. കാരണം എന്താണ്? രണ്ടിനും സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്ന് യോജിച്ചു വരുന്നതിനാണ് സഹീഹ് എന്ന് പറയുക. അതാണ് ബിഖിലാഫിമ, ഒന്നിന് വിപരീതം. എങ്ങനത്തെ ഒന്നാണ്? ലായക്കോ, അത് സംഭവിക്കുകയേ ഇല്ല. ഇല്ല മുവാഫിക്കല്ലി ഷറൈ, ഷറയിനോട് യോജിച്ചുകൊണ്ടല്ലാതെ. അപ്പം ഷറയിനോട് യോജിച്ചുകൊണ്ട് മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അതേതുപോലെ? മാരിഫത്തില്ല, അള്ളാഹുവിനെ അറിയൽ പോലെ, അള്ളാഹുവിൻ്റെ മാരിഫത്ത് പോലെ. ഇത് കാരണം ലൗ അക്കാലത്ത് ഈ മാരിഫത്തുള്ള സംഭവിച്ചാൽ, മുഖാലിഫത്തല്ലഹു, ഷറയിന് വിപരീതമായിട്ടെങ്ങാനും സംഭവിച്ചാൽ, ആയതൻ വീണ്ടും കാനൽ വാക്യു, അപ്പോൾ സംഭവിച്ചതായി തീരും, ജഹലൻ, ജഹലായി തീരും. ഷറയിന് വിപരീതമായിട്ടാണ് അള്ളാഹുവിനെ അറിയുക. മാരിഫത്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ അതിന് ജഹലെന്നേ പറയുള്ളൂ, അതിന് മാരിഫത്ത് എന്ന് പറയില്ല. കാരണം എന്താണ്? ജഹലൻ ലാ മാരിഫത്തൻ ഫൈന മുവാഫിഖത്തഹു ഷറ. അത് ഈ മാരിഫത്തുള്ള യോജിച്ചു വരൽ, അഷറ, ഷറയിനോട് യോജിച്ചു വരൽ, ലൈസത്ത്, അതല്ല മിൻ മുസമ്മ സിഹത്തി, സിഹത്തിൻ്റെ മുസമ്മയിൽപ്പെട്ടതല്ല. സിഹത്ത് എന്ന് പേര് വെക്കപ്പെടുന്നതിൽപ്പെട്ട ഒരു സംഭവമല്ല മാരിഫത്ത്. കാരണം എന്താണ്? അത് യോജിച്ചിട്ട് അള്ളാഹിൻ്റെ പിന്നെ മാരിഫത്ത് എന്ന് പറഞ്ഞാൽ ഷറയിനോട് യോജിച്ചേ വരുള്ളൂ. അഥവാ എങ്ങാനും വിപരീതം വന്നു കഴിഞ്ഞാൽ അതിന് ജഹലി എന്നാണ് പറയുക, അതിന് മാരിഫത്ത് എന്ന് പറയല്ല. അപ്പോൾ മാരിഫത്ത് ഫാസിദായ മാരിഫത്ത്, സഹിയായ മാരിഫത്ത് അങ്ങനെ ഉണ്ടാവില്ല. രണ്ടിനും യോജിച്ചും വിയോജിച്ചും വരാൻ പറ്റുന്ന ഒരു സംഭവം അല്ല അത് എന്നർത്ഥം. ഫലാവിസമ്മ, അപ്പം അത് സഹിയായി വന്നാൽ പോലും അതിന് സഹി എന്ന് പറയില്ല. കാരണം മറ്റേത് ഫാസിദായി കൊണ്ടുകൂടി വരാൻ പറ്റാവുന്ന കാര്യങ്ങളിൽ നിന്ന് ശരിയായി വരുമ്പോൾ അതിനാണ് സഹി എന്ന് പറയുക. അതായത് രണ്ട് സാധ്യത ഉള്ളിടത്തുനിന്ന് സഹി ആകാനും സഹി ആവാതിരിക്കാനും സാധ്യത ഉള്ളിടത്തുനിന്ന്, യോജിക്കാനും വിയോജിക്കാനും സാധ്യത ഉള്ളിടത്തുനിന്ന്, ഷറയിനോട് എതിരായിട്ട് സംഭവിക്കാനും
അനുയോജ്യമായിട്ട് സംഭവിക്കാനും പറ്റാവുന്ന പ്രവർത്തികളിൽ നിന്ന് ശറൈനോട് അനുകൂലമായി യോജിച്ചു വരുമ്പോൾ അതിന് മാത്രമേ സഹി എന്ന് പറയുകയുള്ളൂ. ഫലായുസമ്മാഹുവ, അപ്പോൾ ആ മാരിഫത്തിന് അപ്പോൾ അതിന് പറയപ്പെടുകയില്ല സഹിയൻ, സഹി എന്ന് പറയപ്പെടുകയില്ല. ഫസിഹത്തുൽ ഇബാദി ഒന്ന് വായിച്ചാ ബാക്കി. ഫസിഹത്തുൽ ഇബാദി, അപ്പോൾ ഇബാദത്തിന്റെ സിഹത്ത് സാധുത, അത് സഹീഹാകൽ. അഖ്ദൻ പിടിച്ചതിനു വേണ്ടി, മിമ്മ ദുക്കിറ പറയപ്പെട്ടതിൽ നിന്ന് പിടിച്ചതിനു വേണ്ടി. എന്താണ് പറയപ്പെട്ടത്? മുവാഫിഖത്തുൽ ഇബാദാത്തി, പറയപ്പെട്ടത് ഇപ്പം മേൽ പറഞ്ഞ നിർവചനത്തിൽ നിന്ന് പിടിച്ചാൽ എന്ത് കിട്ടും? ഒരു ഇബാദത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുടെ സിഹത്ത്, ഒരു ഇബാദത്തിന്റെ സിഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കിട്ടും? മുവാഫിഖത്തുൽ ഇബാദത്തി, ഇബാദത്ത് യോജിച്ച് വരലാണ്. ദാത്തിൽ വജ്ഹൈനി, രണ്ട് രൂപങ്ങളുള്ള ഇബാദത്ത് യോജിക്കലാണ്. സംഭവ്യതയാൽ യോജിക്കലാണ് എന്ന് പറഞ്ഞാൽ സംഭവിക്കുമ്പോൾ യോജിച്ച് സംഭവിക്കലാണ്. ഷറൈനോട് യോജിച്ച് സംഭവിക്കലാണ്. ഇല്ലം തുസ്കിത്ത്, ഇനി അത് ഒഴിവാക്കിയിട്ടില്ലെങ്കിലും സാക്കിത്താക്കിയിട്ടില്ലെങ്കിലും ശരി, അൽ ഖലാഇനെ സാക്കിത്താക്കിയിട്ടില്ലെങ്കിലും ശരി, അത് സഹീഹ് തന്നെയാവുന്നു. അതായത് ഇപ്പോൾ ഒരു ഇബാദത്ത്, ഒരാളിപ്പോൾ ഇബാദത്ത് ചെയ്തു എന്ന് വിചാരിക്കുക, നിസ്കരിച്ചപ്പോൾ അയാളുടെ വിചാരം അയാൾക്ക് ഉളു ഉണ്ട് എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹത്തിന് വെളിവായ അദ്ദേഹത്തിന് ഉളു ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? അയാൾ നിസ്കാരം മടക്കണം. അപ്പോൾ അയാൾ എന്ത് ചെയ്തിട്ടില്ല? അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ളൊരു നിസ്കാരക്കാരൻ എന്ത് ചെയ്തിട്ടില്ല? മടക്കി ചെയ്യലിൻ്റെ ആ ഒരു അവസ്ഥയെ അവൻ ഒഴിവാക്കിയിട്ടില്ല. ഖളാ വീട്ടേണ്ടതായ ഒരു അവസ്ഥ അവൻ ഒഴിവാക്കിയിട്ടില്ല. എന്നിരുന്നാലും ഉളു ഉണ്ട് എന്ന് വിചാരിച്ച് നിസ്കരിച്ച ആളുടെ നിസ്കാരം എന്തുതന്നെയാണ്? സഹിയായി എന്നുള്ളത് തന്നെയാണ്. യഥാർത്ഥത്തിൽ അവന് ഉളു ഇല്ലാന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അവൻ എന്താണ്? അത് ഖളാ വീട്ടേണ്ടതായിട്ടുണ്ട്. അപ്പം അവന് ഖളാ വീട്ടേണ്ടതായി വന്നാലും ശരി, അവനെന്താണ്? അവൻ്റെ ആദ്യത്തെ ഇബാദത്ത് അത് സിഹത്ത് തന്നെയാണ്. അവന് ഉളു ഉണ്ട് എന്ന് കരുതി അവൻ്റെ ആ ഒരു തന്നിലായതുകൊണ്ട്. വക്കീല പറയപ്പെട്ടു. അപ്പോൾ സിഹത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതാണെന്ന് വേറൊരു അഭിപ്രായം. എന്താണ് സിഹത്ത്? സിഹത്തു ഫിൽ ഇബാദത്ത്, ഇബാദത്തിൽ സിഹത്ത് എന്ന് പറഞ്ഞാൽ ഇസ്കാത്തുൽ ഖലാഇനെ ഒഴിവാക്കുക എന്നാവുന്നു. അപ്പോൾ ഖലാ പോലും ഇനി അവന് വീട്ടേണ്ട അവസ്ഥ ഇല്ല എന്നൊരവസ്ഥ വരണം, എന്നാലേ ഒരു ഇബാദത്ത് സഹീഹായി എന്ന് പറയാവുന്നുള്ളൂ എന്ന ഒരഭിപ്രായം, മർജൂഹായ അഭിപ്രായമുണ്ട്. അപ്പോൾ സഹിയായ ഒരഭിപ്രായത്തിൽ എന്താണ്? റാജിഹായ അഭിപ്രായത്തിൽ എന്താണ്? ഖലാഇനെ അവൻ ഒഴിവാക്കിയിട്ടില്ലെങ്കിലും ഖലാ വീട്ടേണ്ടതായ ഒരു ഘട്ടം വന്നു എങ്കിൽ പോലും അവൻ്റെ രണ്ട് വജ്ഹുകളുള്ള ഒരു ഇബാദത്ത് ശറഇനോട് യോജിച്ച് വന്നു കഴിഞ്ഞാൽ അത് സിഹത്താണ് എന്നുള്ളതാണ്. എന്നാൽ കീല ഒരഭിപ്രായത്തിൽ എന്തുണ്ട്? സിഹത്തു ഫിൽ ഇബാദത്ത്, ഇബാദത്തിലെ സിഹത്ത് എന്ന് പറഞ്ഞാൽ ഇസ്കാത്തുൽ ഖലാഇനെ ഒഴിവാക്കലാവുന്നു. ഖലാ വീട്ടേണ്ട ഒരവസ്ഥ വരാതിരിക്കുക, അപ്പോഴാണ് ഒരു ഇബാദത്ത് സഹിയായത് എന്നാണോ ഒരഭിപ്രായം. കീല എന്താണ് ഇസ്കാത്തുൽ ഖലാഇനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അയ്യോനൗഹ, അത് ഒഴിവാകലാവുന്നു, ഇബാദത്ത് ഒഴിവാകലാവുന്നു, ഇബാദത്ത് ഐശ്വര്യമാകലാവുന്നു, ആവശ്യമാവാതിരിക്കലാണ് അൻഹു ഈ ഖലാഇനെ തൊട്ട്. അപ്പോൾ ഖലാ വേണ്ട എന്നൊരു ഘട്ടം വരലാണ്. ഇസ്കാത്തുൽ ഖലാ എന്ന് പറഞ്ഞാൽ ഖലാ വീട്ടേണ്ടതില്ല എന്നൊരു ഘട്ടം വരിക. ഇഗ്നാഉഹ, ഐശ്വര്യമാവലാണ് ഇബാദത്ത് അൻഹു ഖലാഇനെ തൊട്ട്. കാരണം ഖലാഇനെ തൊട്ട് ഐശ്വര്യമാകാൻ കാരണം ഖലാ വീട്ടേണ്ടതില്ല എന്ന് വരൽ. അങ്ങനെ ഘട്ടം വന്നു കഴിഞ്ഞാലേ എന്താവുള്ളൂ? ഇബാദത്ത് സഹീഹായി എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് ഒരു കീല. അപ്പോൾ പ്രബലമായ റാജിഹായ അഭിപ്രായത്തിൽ ഖലാ വീട്ടേണ്ടി വന്നാലും ശരി, രണ്ട് രൂപത്തിലുള്ള ഇബാദത്തുകൾ ശറഇനോട് യോജിച്ച് വരുമ്പോൾ അതിന് സിഹത്തുണ്ട്, സഹിയാണ് എന്ന് പറയും. ഖലാ വീട്ടേണ്ടി വന്നാലും ശരി, റാജിഹായ അഭിപ്രായത്തിൽ, പ്രബലമായ അഭിപ്രായത്തിൽ. എന്നാൽ കീലയിൽ എന്താണ്? രണ്ടാം അഭിപ്രായത്തിൽ അങ്ങനെ ഖലാ വീട്ടേണ്ട ഒരവസ്ഥ ഇല്ല എന്ന് വരണം, എന്നാലേ ഇബാദത്ത് സഹിയാവുള്ളൂ. ബിമാന, ഏതർത്ഥത്തിൽ ഐശ്വര്യമാക? ഈ ഖലാഇനെ തൊട്ട് ഐശ്വര്യമാക. ബിമാന അല്ലാ യുഹ്താജ ഇലാ ഫീലിഹ സാനിയൻ, രണ്ടാമത് അതിനെ പ്രവർത്തിക്കലിലേക്ക് ആവശ്യമില്ലാതാക്കപ്പെടൽ എന്നർത്ഥത്തിൽ. രണ്ടാമതേ അതിനെ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള
രണ്ടാമത് അതിനെ പ്രവർത്തിക്കലിലേക്ക് ആവശ്യമില്ലാതാക്കപ്പെടൽ. അതാണ് അതിൻ്റെ അർത്ഥം. അതായത് വീണ്ടും ചെയ്യേണ്ടതില്ല, മടക്കേണ്ടതില്ല എന്നുള്ളൊരു ഘട്ടം വരിക. അതാണ് യനൗഹ അൻഹു എന്ന് പറഞ്ഞത്. ഖളാഇനെ തൊട്ട് ഐശ്വര്യമാകുക എന്ന് പറഞ്ഞത്. രണ്ടാമത് പ്രവർത്തിക്കേണ്ട ആവശ്യം ഇല്ലാതാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ലാതായി. ഫമ അപ്പോൾ ഒന്ന്, എങ്ങനത്തെ ഒന്നാണ്? വാഫക്കാത് യോജിച്ചിരിക്കുന്നു, മിൻ ഇബാദത്തിൽ നിന്ന്. എങ്ങനത്തെ ഇബാദത്താണ്? ദാത്തി വജ്ഹൈനി, രണ്ട് വജ്ഹുകളുണ്ട്. ശറൈനോട് യോജിച്ചു വരാം, ശറൈനോട് യോജിക്കാതെയും വരാം എന്നിങ്ങനെയുള്ള രണ്ട് വജ്ഹുകളുള്ള ഇബാദത്തിൽ നിന്ന് യോജിച്ചു വന്നു. എന്തിനോട് യോജിച്ചു വന്നു? ശറൈനോട് യോജിച്ചു വന്നു. അപ്പോൾ ഒരു ഇബാദത്ത് അതിൽ രണ്ട് രൂപങ്ങളുണ്ട്, അത് ശറൈനോട് യോജിച്ചു വന്നു. വലം യുസ്കിത്ത്, അത് ഒഴിവാക്കുന്നുമില്ല ഖളാഇനെ, ഖളാ വീട്ടേണ്ട ഒരവസ്ഥയെ അത് ഒഴിവാക്കിയിട്ടുമില്ല. എങ്കിലും അതേതുപോലെ കസലാത്തിമൻ, ഒരാളുടെ നിസ്കാരം പോലെ. ഏതാണ് ആള്? തന്നെ അയാൾ വിചാരിച്ചു, തന്നെ ചെയ്തു, അന്നഹു നിശ്ചയം അയാൾ മുതത്തഹിറുൻ, ഉള്ള ആളാണ്, ശുദ്ധിയുള്ള ആളാണെന്ന് വിചാരിച്ചു. സുമ്മ തബയ്യന ലഹു, പിന്നീട് അയാൾക്ക് വ്യക്തമായി എന്ത്? ഹദസുഹു, അയാൾക്ക് അശുദ്ധി ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെയുള്ള ഒരാളുടെ നിസ്കാരം ഉദാഹരണമാണ്. ആ ആൾക്ക് എന്തുണ്ട്? അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഖളാ വീട്ടേണ്ട ആവശ്യം വരുന്നുണ്ട്. എന്നിരുന്നാലും ശരി, ഇവന്റെ നിസ്കാരം അത് എന്താണ്? യുസമ്മാദിന് പറയപ്പെടും സഹീഹൻ, ആ നിസ്കാരത്തിന് സഹീഹ് എന്ന് പറയപ്പെടും. അലൽ അവലി, ഒന്നാമത്തെ അഭിപ്രായ പ്രകാരം, റാജിഹായ അഭിപ്രായ പ്രകാരം, ദൂനസാനി, രണ്ടാമത്തെ അഭിപ്രായത്തെ കൂടാതെ. രണ്ടാമത്തെ അഭിപ്രായത്തിൽ എന്തുണ്ട്? ഇവന്റെ നിസ്കാരത്തിന് വീണ്ടും അറിഞ്ഞോടം മുതൽ അല്ലെങ്കിൽ ഹദസ് വ്യക്തമായി കഴിഞ്ഞാൽ ഇവന് ഖളാ വീട്ടേണ്ടതുണ്ട്, അല്ലേ? ഹദസ് വ്യക്തമായി കഴിഞ്ഞാൽ, അല്ലാതെ ഒന്നുണ്ട് എന്ന് വിചാരിച്ചോ നിസ്കരിച്ചു, പിന്നീട് അവന് മനസ്സിലായി ഓന് ഒന്നുണ്ടായിരുന്നില്ല, അപ്പോൾ അവൻ എന്ത് ചെയ്യണം? മടക്കി നിസ്കരിക്കണം. അപ്പോൾ മടക്കി നിസ്കരിക്കണം എന്നുള്ളൊരു ഘട്ടം അവനുള്ളത് കൊണ്ട് എന്തില്ല? രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം അത് സഹിയല്ല. ഒന്നാമത്തെ അഭിപ്രായത്തിലോ അത് സഹിഹ് ആണേനും. വബി സിഹത്തിൽ അഖദി, അഖദിന്റെ ഇടപാടിന്റെ സിഹത്ത് കൊണ്ട്. അല്ലത്തി, എങ്ങനത്തെ സിഹത്താണ്? ഹിയ, അത് അഖദം മിമ്മാ തഖദ്ദമ, അഖദൻ പിടിച്ചതിന് വേണ്ടി, മിമ്മാ തഖദ്ദമ മുമ്പ് പറഞ്ഞതിൽ നിന്ന് പിടിച്ചതിന് വേണ്ടി, മുവാഫഖത്തുഹു അശ്ശറഅ, ആ പിന്നെ അഖദ് യോജിച്ചു വരലാണ്. മുവാഫഖത്തുഹു, ആ അഖദ് യോജിച്ചു വരലാണ് ശറഇനോട്. അപ്പൊ ശറഇനോട് യോജിച്ചു വരലാണ് മേൽ പറഞ്ഞ നിർവചന പ്രകാരം അഖദിന്റെ സിഹത്ത് എന്ന് പറഞ്ഞാൽ. ആ സിഹത്ത് കൊണ്ടാണ് തറത്തുബു അസരിഹി, അതിന്റെ അസർ തറത്തുബാവൽ, അഖദിന്റെ അസർ തറത്തുബാവൽ. അഖദിന്റെ അസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബാക്കി പത്രം, അതിന്റെ അസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ശേഷം വരുന്നത്, അത് തറത്തുബാകാരണ അതുണ്ടാവൽ. അപ്പോൾ ഒരു അഖദ് സഹീഹ് ആകൽ കൊണ്ടാണ് അതിന് ശേഷം ഉണ്ടാവേണ്ട കാര്യങ്ങൾ തറത്തുബാവൽ. അപ്പൊ സഹീഹ് ആയി കഴിഞ്ഞാലാണ് അതിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തറത്തുബാകുക. ഐ അസരിഹി എന്ന് പറഞ്ഞാൽ അതിന്റെ അസർ തറത്തുബാവൽ എന്ന് പറഞ്ഞാൽ ഐ അസരിൽ അഖദി, അഖദിന്റെ അസർ തറത്തുബാവൽ. വഹുവ, ഈ അസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ തന്നെ പറഞ്ഞു. വഹുവ, ഈ അസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം പറയുമ്പോൾ ക്ലിയർ ആയി മനസ്സിലാവും. വഹുവ, ഈ അസർ എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്. എങ്ങനത്തെ ഒന്നാണ്? ശുരി അൽ അഖദു, അഖദിനെ ശറആക്കപ്പെട്ടിരിക്കുന്നു ലഹു, ആ അസറിന് വേണ്ടി. ഇപ്പോൾ ഒരു അഖദ്, ആ അഖദ് കഴിയും, ആ അഖദ് എന്തിനു വേണ്ടിയിട്ടാണോ ശറയിൽ നിയമമാക്കപ്പെട്ടത്, ആ കാര്യത്തിനാണ് അതിന്റെ അസർ എന്ന് പറയാം. ഉദാഹരണം, കഹില്ലിൽ ഇന്തിഫായി, ഉപകാരം അനുവദനീയമാകുന്നത് പോലെ, ഫിൽ ബൈ, കച്ചവടത്തിൽ. ഒരു വസ്തു കച്ചവടം ചെയ്യുന്നത് എന്തിനാണ് ശറആക്കപ്പെട്ടിട്ടുള്ളത്? ആ വാങ്ങിയ ആൾക്ക് അതിലുള്ള ഉപയോഗം അനുവദനീയമാകാൻ വേണ്ടി, അല്ലേ? അപ്പൊ ആ അനുവദനീയതക്കാണ് എന്ത് പറയുന്നത്? കച്ചവടത്തിന്റെ അസർ എന്ന് പറയാം. ഇപ്പൊ ഞാനൊരു കാറ് വാങ്ങി, അല്ലെങ്കിൽ ഞാനൊരു സ്ഥലം വാങ്ങി, അല്ലെങ്കിൽ ഞാനൊരു തോട്ടം വാങ്ങി. ഈ വാങ്ങിക്കഴിഞ്ഞാലാണ് ഈ വാങ്ങുക എന്നുള്ള കച്ചവടം എന്തിനാണ് ദീനിൽ ശറആക്കിയത്, നിയമമാക്കിയത്? ഈ തോട്ടത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കൽ അനുവദനീയമാകാൻ വേണ്ടി, അല്ലേ? തോട്ടത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കൽ അനുവദനീയമാകാൻ വേണ്ടിയിട്ടാണ് കച്ചവടം ചെയ്ത് ഞാൻ അതിനെ ഉടമപ്പെടുത്തുക എന്നുള്ള കച്ചവടം ദീനിൽ നിയമമാക്കപ്പെട്ടത് ആണല്ലോ. അപ്പോൾ കച്ചവടം ഏതിനു വേണ്ടി നിയമമാക്കപ്പെട്ടുവോ അതാണ് അതിന്റെ അസർ എന്ന് പറയുമ്പോൾ, കച്ചവടത്തിന്റെ അസർ എന്താണ്? അതിലുള്ള സാധനങ്ങളൊക്കെ അനുവദനീയമാകുക എന്നുള്ളതാണ്. നിക്കാഹിന്റെ അസർ എന്താണ്? നിക്കാഹ് ഒരു അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കാണലും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഹലാലാകുക എന്നുള്ളതാണ് അതിന്റെ അസർ. അതിനു വേണ്ടി നിയമമാക്കപ്പെട്ടതാണ് എന്ത്? നിക്കാഹ് എന്നുള്ള ഇടപാട്, അല്ലേ? നിക്കാഹ് എന്നുള്ള ഇടപാട് എന്തിനു വേണ്ടിയിട്ടാണോ നിയമമാക്കപ്പെട്ടത് അതാണ് നിക്കാഹിന്റെ അസർ. എന്തിനു വേണ്ടിയിട്ടാണ്?
ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അനുവദനീയമാകാൻ, പരസ്പരം അനുവദനീയമാകാൻ, ജിമാ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അനുവദനീയമാകുന്നതിന് വേണ്ടിയിട്ടാണ് നിക്കാഹ് ദീനിൽ നിയമമാക്കപ്പെട്ടത്. അപ്പോൾ ആ കാര്യങ്ങളാണ് ആ നിക്കാഹ് എന്ന് പറഞ്ഞതിൻ്റെ അസർ അല്ലേ. അപ്പോൾ ആ ഇടപാട് ഏതൊരു കാര്യത്തിന് വേണ്ടി നിയമമാക്കപ്പെട്ടുവോ അതിനാണ് അതിൻ്റെ അസർ എന്ന് പറയുക. ആ അസർ തറത്തുബാകൽ എന്തുകൊണ്ടായിരിക്കും? ഈ ഇടപാട് സഹിയാകൽ കൊണ്ടായിരിക്കും. അപ്പോൾ ഇടപാട് സഹിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തുടർന്നിട്ടാണ് എന്ത് വരിക? അതിൻ്റെ ഉപയോഗം അനുവദനീയമാകുക. കച്ചവടം സഹിയായി കഴിഞ്ഞാൽ, കച്ചവടം എന്നുള്ള ഇടപാട് സഹിയായി കഴിഞ്ഞാൽ അതിനെ തുടർന്നിട്ടാണ് എന്ത് വരിക? ആ കച്ചവടത്തിന് ശേഷമുള്ള അതിൻ്റെ അസർ അനുവദനീയമാകുക. നിക്കാഹ് സഹി ആയാലാണ് അതിന് ശേഷമുള്ള അനുവദനീയത അതിനെ തുടർന്ന് വരിക. അപ്പോൾ ഒബി സിഹത്തിൽ അക്കദി, അക്കദിൻ്റെ സിഹത്ത് കൊണ്ടാവുന്നു. തറത്തുബു അസരിഹി, അതിൻ്റെ അസർ തുടർന്നു വരൽ. അസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടപാടിന് എന്തിനു വേണ്ടി നിയമമാക്കപ്പെട്ടു ആ കാര്യം. നിക്കാഹാകുമ്പോൾ ആ ഭാര്യയും ഭർത്താവും തമ്മിൽ അനുവദനീയമാവൽ. കച്ചവടമാകുമ്പോൾ ആ വാങ്ങിയ വസ്തു അതിലുള്ള ഉപയോഗവും അതിലുള്ള എല്ലാ സാധനങ്ങളും ഇയാൾക്ക് സ്വന്തമാക്കാൻ അനുവദീയമാണ്, അത് ഹലാലാകൽ. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഹലാലാവലും ഭാര്യയും ഭർത്താവും തമ്മിൽ ഹലാലാകലും അതുപോലെ തന്നെ കച്ചവടം ചെയ്ത് വാങ്ങിയ സാധനം ഹലാലാകലും ഒക്കെ എപ്പോഴാണ്? ഈ ഇടപാട് കച്ചവടമാവട്ടെ നിക്കാഹാവട്ടെ അത് സഹിയാവുമ്പോഴാണ്. അപ്പോൾ കല്യാണം നിക്കാഹ് സഹിയായാലല്ലേ ഭാര്യയും ഭർത്താവും തമ്മിൽ കാണാൻ പറ്റുള്ളൂ. കച്ചവടം സഹിയായാലല്ലേ അതിനെ തുടർന്നിട്ടല്ലേ പിന്നെ എല്ലാ സാധനങ്ങൾ അനുവദനീയാവുള്ളൂ. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ മനസ്സിലായില്ലേ? ഒബി സിഹത്തിൽ അക്കദി, അക്കദിൻ്റെ സിഹത്ത് കൊണ്ടാണ്. ആ സിഹത്ത് എന്താണെന്നുള്ളത് പറഞ്ഞു അല്ലത്തി ഹിയ, ആ സിഹത്ത് എന്ന് പറഞ്ഞാൽ അഹദ മിമാ തഖദ്ദമ, മേൽ പറഞ്ഞതിൽ നിന്ന് പിടിച്ചതിന് വേണ്ടി അത് മുവാഫഖത്തുഹു അശ്ശറാസ്, ഇടപാട് ശറൈനോട് യോജിച്ചു വരലാണ്. അങ്ങനെ യോജിച്ചു വരലാകുന്ന സിഹത്ത് ഉണ്ടായി കഴിഞ്ഞാലാണ് തറത്തുബു അസരിഹി, അതിൻ്റെ അസർ, ആ അക്കദിൻ്റെ അസർ തുടർന്ന് വരൽ. ഐ അസറുൽ അക്കദി വഹുവ മാ ശുരി അൽ അഖ്ദു ലഹു. എന്താണ് അസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കദ് എന്തിനു വേണ്ടിയോ, മാ ശുരിയൽ അഖ്ദു ലഹു, ഏതൊന്നിനു വേണ്ടിയാണോ അക്കദിനെ ശറആക്കപ്പെട്ടത് അതാകുന്നു അതിൻ്റെ അസർ. അതേതുപോലെ കഹിലിൽ ഇന്തിഫായി, ഉപകരിക്കൽ അനുവദനീയമാവുന്നത് പോലെ, കച്ചവടത്തിൽ ഫിൽബൈ, കച്ചവടത്തിൽ വല്ലിസ്തിംതായി, സുഖാസ്വാദനം അനുവദനീയമാവുന്നത് പോലെ, പിന്നിക്കാഹി, നിക്കാഹിൽ, നിക്കാഹ് കഴിഞ്ഞാൽ സുഖാസ്വാദനം അനുവദനീയമാണ് ഭാര്യ ഭർത്താവും തമ്മിൽ, അത് അനുവദനീയമാകലാണ് നിക്കാഹിൻ്റെ അസർ. ആ അസർ എപ്പോഴാണ് തുടർന്ന് വരിക? നിക്കാഹ് എന്നുള്ള അക്കദ് സഹിയായി കഴിഞ്ഞാൽ. അപ്പോൾ അത് നിക്കാഹ് എന്ന അക്കദ് സഹിഹാകൽ കൊണ്ടാണ് അതിൻ്റെ അസറാകുന്ന ഇസ്തിംതാഹ് അനുവദനീയമാവുന്നത്. ഫസിഹത്തു, അപ്പോൾ സിഹത്ത് എന്ന് പറഞ്ഞത്, സാധുത എന്ന് പറയുന്നത്, ആ അക്കദ് സഹിയാകുക എന്ന് പറയുന്നത് മൻ ഷൗത്തറത്തുബി, തുടർന്നു വരുന്നതിൻ്റെ, ഈ അസർ തുടർന്നു വരുന്നതിൻ്റെ ഉത്ഭവസ്ഥാനമാകുന്നു. കാരണം ഈ സിഹത്ത് ഉണ്ടായതിന് ശേഷമാണ് ഈ അനുവദനീയതയൊക്കെ ഉണ്ടാവുന്നത് എന്നർത്ഥം. അപ്പോൾ ആദ്യം അത് ഉത്ഭവിക്കാൻ എന്ത് വേണം? ആദ്യം ഇടപാട് സഹിയാകണം. അക്കത് നിക്കാഹാവട്ടെ കച്ചവടമാവട്ടെ അത് സഹിയാകണം. അത് ഏതർത്ഥത്തിൽ? അല്ല, തറത്തുബിൻ്റെ ഉത്ഭവസ്ഥാനാണ്. ലാ നഫ്സുഹു, ആ തറത്തുബിൻ്റെ നഫ്സല്ല, അസർ തുടർന്ന് വരുന്നതിൻ്റെ നഫ്സല്ല ഈ സിഹത്ത്. സിഹത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ എന്തായി എന്നല്ല, ഈ അസർ ഉണ്ടായി എന്നല്ല. ഏതേതുപോലെ കമാക്കീല, പറയപ്പെട്ടതുപോലെ അങ്ങനെയല്ല, അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഉണ്ട്. ഈ സഹി ആകൽ തന്നെയാണ് ഇതിൻ്റെ അസറിൻ്റെ തറത്തുബാവൽ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല. കൽ മുസന്നിഫു പറഞ്ഞു ബിമാന അന്നഹു, ബിമാന ഏതർത്ഥത്തിൽ? ഈ പറഞ്ഞത് ഏതർത്ഥത്തിലാണ് മുസന്നിഫ് പറഞ്ഞതെന്നോ? അന്നഹു ഹൈസുമാ ഉജിത, എപ്പോൾ ഈ അസർ തറത്തുബാ ഹൈസുമാ ഉജിത, എപ്പോൾ ഈ അസർ തറത്തുബാവൽ ഉണ്ടായോ, അതിനെത്തിക്കപ്പെട്ടുവോ, ഫഹുവ, അപ്പോൾ ഈ അസറിൻ്റെ തറത്തുബാവൽ തുടർന്നു വരൽ നാശിയുൻ, അത് ഉണ്ടാവുന്നതാണ്, അൻഹാ, ഈ സിഹത്തിനെ തൊട്ടുണ്ടാവുന്നതാണ്. എപ്പോൾ ഒരു സംഗതിയുടെ ആ അസർ തറത്തുബാവൽ ഉണ്ടായി കഴിഞ്ഞോ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാം. അതിൻ്റെ മുന്നേ ആ ഇബാദത്ത് സഹി ആയിട്ടുണ്ട്. കാരണം സഹി ആയതിന് ശേഷമേ ഇത് വരികയുള്ളൂ, അസർ തറത്തുബാവൽ. അപ്പോൾ അസർ തറത്തുബാവൽ എവിടെ ഉണ്ടായോ, എപ്പോൾ എത്തിക്കപ്പെട്ടുവോ അവിടെ അത് എത്തിക്കപ്പെട്ടത് ഈ സിഹത്തിൽ നിന്നാണ്, അല്ലെ സിഹത്തിൻ്റെ തൊട്ടാണ് അത് എത്തിക്കപ്പെട്ടത് എന്ന് മനസ്സിലാവും.
ലാഭിമാന അന്നഹ, അല്ലാതെ ഏതർത്ഥത്തിനല്ല. അന്നഹ നിശ്ചയം ഐസുമ ഉജിതത്ത്, ഈ സിഹത്ത് എപ്പോൾ എത്തിക്കപ്പെട്ടുവോ, നശ അൻഹ അതിനെ തൊട്ട് അപ്പോൾ ഉത്ഭവിച്ചിരിക്കുന്നു, നശ അപ്പോൾ അസർ തറത്തുബാകൽ അൻഹ അതിനെ തൊട്ട് ഉത്ഭവിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. എപ്പോൾ ഇതൊക്കെ ഹലാലായി അതിൻ്റെ അർത്ഥം അതിൻ്റെ മുമ്പ് എന്തുണ്ടായിട്ടുണ്ട്, സഹിയായിട്ടുണ്ട് എന്നാണ്. നേരെ തിരിച്ചല്ല, എപ്പോൾ സഹിയായി അപ്പം തന്നെ ഇത് ഹലാലായി എന്നുള്ള അർത്ഥത്തിനല്ല. അപ്പം എന്താ രണ്ടും ഒരേപോലെ അല്ലേ എന്ന് തോന്നും. പക്ഷെ രണ്ടും ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. കച്ചവടമാണെങ്കിൽ കച്ചവടം സഹിയായ ഉടനെ തന്നെ ആ വസ്തു എന്താവില്ല, അനുവദനീയാവൂല. കച്ചവടത്തിൽ സഹിയായാൽ അപ്പം തന്നെ അനുവദനീയമാവൂല. കാരണം കച്ചവടം ചെയ്തവർക്കും പിന്നെ വാങ്ങിയവർക്കും വിറ്റവർക്കും അതിൽ നിന്നും സദസ്സിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് അതിൽ നിന്ന് പിന്മാറാനുള്ള ഖിയാറുണ്ട്. എന്നാൽ സ്വഹീഹായിട്ടുണ്ട്, സദസ്സിൽ നിന്ന് പോണിൻ്റെ മുന്നേ ആണെങ്കിൽ അവർക്ക് വെട്ടുപിരിയുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, പിന്മാറാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ സാധനം ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അതാണ് ഈ പറഞ്ഞത്, സിഹത്ത് ഉണ്ടായാൽ ഉടനെ അതിൻ്റെ ഉപയോഗം അനുവദനീയമായി എന്നല്ല. നേരെ മറിച്ച് ഉപയോഗം അസർ തറത്തുപായത് എപ്പോൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ സിഹത്ത് ഉണ്ടായി എന്നുള്ള അർത്ഥത്തിലാണ് ഈ പറഞ്ഞത്. ഉത്ഭവമാണ് എന്ന് പറഞ്ഞത് സിഹത്താണ് ഇതിൻ്റെ ഹില്ലിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞത്. ഹില്ലുൽ ഇന്തിഫാവ് ഫിൽ ബൈയിലും അതുപോലെ ഇസ്തിംതാ ഫിൽ നിക്കാഹിലും ഒക്കെ ആണ് എന്ന് പറഞ്ഞത്. ഹത്താ എരിതൽ ബയു കബിലങ്കിലാൽ ഖിയാരി ഫൈനഹു സഹിയുൻ. അങ്ങനെയാണെങ്കിലാണ് എന്താവുള്ളൂ, ഹത്താ എരിതൽ ബയു പിന്നെ സംശയമായിട്ട് വരുള്ളൂ. കബിലങ്കിലാൽ ഖിയാരി, ഖിയാർ കഴിയുന്നതിന് മുമ്പ്. അപ്പോൾ ഖിയാർ കഴിയുന്നതിന് മുമ്പ് എന്താവും, അത് സംശയമായിട്ട് വരും. സിഹത്ത് ഉണ്ടായ ഉടനെ അതിൻ്റെ അനുവദനീയത ഉണ്ടായി എന്ന് വന്നു കഴിഞ്ഞാൽ എന്താവും, അത് ഖിയാറിൻ്റെ കാലാവധി കഴിയുന്നതിൻ്റെ മുന്നുള്ള ബൈ ഉണ്ടല്ലോ, അവിടെ അനുവദനീയത വന്നിട്ടില്ല എന്നുള്ള ഇതിന് മേലെ സംശയമായിട്ട് വരും. പക്ഷെ ഫൈനഹു സഹിയുൻ, ആ ഖിയാർ കഴിയുന്നതിന് മുമ്പ് തന്നെയും ബൈ സഹിയാണ്, പക്ഷെ ഉപയോഗം അനുവദനീയമായിട്ടില്ല. ഖിയാർ കഴിഞ്ഞാലേ അനുവദനീയമാവുള്ളൂ. വലം എത്രത്തബ് അലൈഹി അസറുഹു ആണ്ടോ, അതിൻ്റെ കച്ചവടം എന്നുള്ള ആ അക്കദിൻ്റെ അസർ ഇതിൻ്റെ മേൽ തറത്തുബായിട്ടില്ല, എന്നാൽ സഹിയായിട്ടുണ്ടേനും. കച്ചവടം സഹിയായിട്ടുണ്ട് ഖിയാർ കഴിയണതിൻ്റെ മുന്നേ തന്നെ. പക്ഷേ ഖിയാറിൻ്റെ കാലാവധി, ഖിയാർ കടന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ അസർ തറത്തുബാവുള്ളൂ. അപ്പോൾ സഹി ആയി കഴിഞ്ഞാൽ ഉടനെ ഇത് അനുവദനീയമായി എന്ന് വരുമ്പോൾ അത് എന്താവും, ഈ പറഞ്ഞ സംഭവം അതിന് എതിരായിട്ട് സംശയമായിട്ട് വരും. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള എന്താണ്, അസർ തറത്തുബായി കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പ് ഒരു സിഹത്ത് നടന്നിട്ടുണ്ട്, ആ സിഹത്തിനെ തൊട്ടാണ് ഈ അസർ തറത്തുബാകൽ ഉത്ഭവിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ അർത്ഥത്തിലാണ് ഈ പറഞ്ഞത്. എന്ത് പറഞ്ഞത്? അസർ തറത്തുബാവുന്നതിൻ്റെ ആണ്, ഉത്ഭവസ്ഥാനമാണ് സിഹത്ത് എന്ന് പറഞ്ഞത്. തവക്കുഫു തറത്തുബി, തറത്തുബാവൽ നിൽക്കൽ, അല്ലെങ്കിൽ ഖിയാർ കഴിയുന്നത് വരേക്കും, ഖിയാർ കഴിഞ്ഞു കടയുന്നത് വരേക്കും. എങ്ങനത്തെ തവക്കുഫാണൽ മാനി, തടയുന്നതാണ് മിൻഹു, ഈ തറത്തുബാവലിനെ തൊട്ട് ഉപയോഗിക്കലിനെ തൊട്ട് തടയും. അങ്ങനെ ആ തടയുന്ന രീതിയിലൊരു തവക്കുഫുണ്ട് ഖിയാർ കഴിയുന്നത് വരെ. അതായത് കച്ചവടം കഴിഞ്ഞാൽ ഖിയാറിന് വിട്ടുപിരിയുന്നത് വരെ ഖിയാറുണ്ട്. അതുവരേക്കും ഈ സാധനം ഉപയോഗിക്കലിനെ പറ്റി തടയുന്നുണ്ട്. ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ അസർ. ആ അസറിനെ തൊട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തവക്കുഫാകൽ തടയുന്നുണ്ട്. ആ തടയൽ ലായക്കുദഹു, അത് കേടുവരുത്തുന്നില്ല. ഫി കൗനി സിഹത്തി, അത് സഹിയാവുന്നതിൽ, കച്ചവടം സഹിയാവുന്നതിൽ അതിന് ഭംഗം വരുത്തുന്നില്ല, കേടുവരുത്തുന്നില്ല. മൻഷഹു തറത്തുബി ലായക്കുദഹു ഫി കൗനി സിഹത്തി, സിഹത്താവുക എന്നതിനെ കേടുവരുത്തുന്നില്ല. എന്താവുക, മൻഷഹു തറത്തുബി കൗനു സിഹത്തി മൻഷാ തറത്തുബി, തറത്തുബാവുന്നതിൻ്റെ ഉത്ഭവസ്ഥാനമാകുന്നതിനെ സിഹത്ത്, അതായത് ഈ വസ്തു, ഈ ഇബാദത്ത്, അതായത് കച്ചവടം സഹിഹാവൽ തറത്തുബിൻ്റെ, അസർ തറത്തുബാവുന്നതിൻ്റെ, അസർ എന്ന് പറഞ്ഞാൽ ഉപകാരം തുടർന്നു വരലിൻ്റെ ഉത്ഭവസ്ഥാനമാണ് എന്നതിനെ അത് കേടുവരുത്തുന്നില്ല. സംഗതി തന്നെയാണ് ഉത്ഭവസ്ഥാനം. ഇബാദത്ത് സഹിയാകൽ തന്നെയാണ് ഈ വസ്തുവിൻ്റെ ഉപയോഗം അനുവദനീയമാകാനുള്ള ഉത്ഭവസ്ഥാനം. പക്ഷേ കച്ചവടത്തിൽ എന്തുണ്ട്, ഖിയാർ കഴിഞ്ഞ് നടക്കുന്നത് വരെ
എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് സിഹത്ത് എന്നുള്ളത് തറത്തുബിൻ്റെ ഉത്ഭവസ്ഥാനമാണ് എന്ന് വരലിനെ അത് കേടുവരുത്തുന്നില്ല. ബാക്കി പിന്നെ എടുക്കാം. അൽഹംദുലില്ലാഹി.